ശാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഹൃദയം നിറഞ്ഞ സംഗീതത്തിലൂടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മളെ കൊണ്ടുപോയത് കലയങ്കണ്ടത്തിൽ ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛനാണ്. ഭദ്രാവതി രൂപതാംഗമാണ്. അച്ഛൻ്റെ വിശേഷങ്ങളും ഗാനങ്ങളുമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ അച്ഛൻ്റെ ഭയങ്കര നല്ല ആ ഒരു അഭിഷേകമുള്ള ഗാനമൊക്കെ നമ്മൾ കേട്ടു. കൂടുതൽ ഗാനങ്ങൾ നമ്മൾ പറയുകയും ചെയ്ത വിശേഷങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിലാണ് നമ്മൾ കേൾക്കാൻ പോവുക. അച്ഛൻ നമ്മൾ സ്തുതിയായിരിക്കട്ടെ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് അച്ഛൻ സെമിനാരിൽ ചേരുന്നു. നമ്മൾ ആ കഴിഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. MCB സഭാംഗമാകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ചെല്ലുന്നത് രൂപതയിലേക്കാണ് ചെല്ലുന്നത്. പക്ഷേ ഇവരായിട്ടൊക്കെ ഒരുമിച്ച് കണക്ട് ചെയ്താൽ പോകുന്നത് അല്ലേ, ഫോർമേഷനും ഒക്കെ. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് പിതാവടക്കം അല്ലേ ആ ഒരു ഫോർമേഷൻ അച്ഛന് കിട്ടുന്നുമുണ്ട്. അച്ഛൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ സെമിനാരി ലൈഫിലേക്ക് കയറുന്നു. സെമിനാരി ലൈഫ് ആരംഭിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മൈനർ സെമിനാരിയിലാണ്. നമുക്ക് സ്വന്തമായിട്ട്, കാരണം 2007 ഞങ്ങളുടെ ഭദ്രാവതി രൂപത സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷമുള്ള നെക്സ്റ്റ് ഇയർ 2008 നമ്മൾ സെമിനാരി ചേർന്നു. അതായത് ആദ്യത്തെ ബാച്ചാണ് അല്ലേ? ആദ്യത്തെ ബാച്ചാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അച്ഛന്മാരാകുന്നത് നമ്മൾ ലേറ്റ് ആയിട്ടാണ്. ഇത്രയും വർഷത്തെ ഫോർമേഷന് ശേഷം. അതിനു മുമ്പ് നമ്മുടെ രൂപയിലേക്ക് ഇൻകാർഡിനേറ്റ് ആയിട്ടുള്ള വേറെ കോൺഗ്രിഗേഷനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അച്ഛന്മാരായിട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ബാച്ച് എന്ന നിലയിൽ ഞങ്ങളാണ് ആദ്യമേ തുടങ്ങിയ പിറ്റേ വർഷം തുടങ്ങിയ സെമിനാരിയിൽ അല്ലേ. അതൊരു പ്രത്യേക അനുഭവം, ഒരു ബിലോങ്നെസ് അത് കൂടും അല്ലേ അതിൻ്റെ ഒരു. നമ്മൾ മൈനർ സെമിനാരികൾ കർണാടകയിലെ രൂപതകളിൽ അന്നില്ലായിരുന്നു. ബെൽത്തങ്ങാടിക്കുണ്ടായിരുന്നു, എങ്കിലും നമുക്ക് കന്നഡ അത്ര വശമില്ലാത്തത് കൊണ്ടും ഒക്കെ, പിന്നെ മാതൃരൂപത തലശ്ശേരി ആയതുകൊണ്ടും അന്ന് തലശ്ശേരി മൈനർ സെമിനാറിലാണ് പഠിക്കാൻ പറ്റത്. 3 വർഷത്തെ അവിടുത്തെ പഠനത്തിന് ശേഷം തൃശ്ശൂർ അതിരൂപതയിലെ മുളയത്തുള്ള മേരിമാത മേജർ സെമിനാറിൽ ഫിലോസഫി ചെയ്തു. അതിനുശേഷം റീജൻസി കർണാടകത്തിലെ ഞങ്ങളുടെ രൂപതയിലെ തന്നെ 2 ഇടവക, റിപ്പൺപേട്ട് ആൻഡ് നാഗവള്ളി എന്ന 2 ഇടവകളിലായിട്ടാണ് ചെയ്തത്. അതിനുശേഷം തിയോളജിക്കായിട്ട് വീണ്ടും കേരളത്തിലേക്ക് അയച്ചു. ആലുവ പൊന്തിഫിക്കൽ മേജർ സെമിനാരിയിൽ ഞങ്ങൾ പഠിച്ചത്, വൈദിക പഠനത്തിൻ്റെ അവസാന വട്ടം പൂർത്തിയാക്കിയത് അവിടെയാണ്. 2019 പട്ടം അല്ലേ? 2019 2018 ആണെങ്കിലും 19 ആദ്യമാണ് അല്ലേ തിരുപ്പട്ടം. പട്ടം കഴിഞ്ഞിട്ടുള്ള ശുശ്രൂഷകൾ ആദ്യം ഞങ്ങളെ നിയോഗിച്ചത്, ഞങ്ങൾ ബാച്ചിൽ 2 പേരാണ്. ബഹുമാനപ്പെട്ട ജോസഫ് ചക്കിട്ടാമുറിയിൽ അച്ഛനാണ് എൻ്റെ ബാച്ച്മേറ്റ്. അച്ഛനെയും എന്നെയും കൂടെ പിതാവ് അദിലാബാദ് മിഷനിലേക്ക് വില്ലേജ് മിനിസ്ട്രി അറിയുന്നതിനൊക്കെ ആയിട്ട് വിട്ടു 3 മാസം. അതിനുശേഷം അവിടെ 3 മാസം ശുശ്രൂഷ ചെയ്തു. തെലുങ്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോരേണ്ടി വന്നു. പിന്നെ ട്രാൻസ്ലിറ്ററേഷൻ ഉണ്ടല്ലോ, അത് നോക്കി തെലുങ്ക് കുർബാന ചൊല്ലിയിട്ടുണ്ട്. അതല്ലാതെ തെലുങ്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. പിന്നെ ആ സമയത്ത് ഭയങ്കര ചൂടുള്ള ഒരു സമയമൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളെ രൂപതയിലോട്ട് തിരിച്ചു വിളിച്ചു. പെരുമ്പടവ് എന്ന ഇടവകയിൽ തലശ്ശേരി അതിരൂപതയിലെ 1 വർഷത്തെ പാസ്റ്ററൽ എക്സ്പീരിയൻസിന് വേണ്ടി പറഞ്ഞയക്കുകയുണ്ടായി. അപ്പോൾ അവിടെ 1 വർഷം കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്തതിന് ശേഷം മസ്തിക്കട്ട എന്ന ഇടവകയിൽ 6 മാസം സേവനം ചെയ്തു. അതിനുശേഷമാണ് കാറ്റക്കിസത്തിൽ ലൈസൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പിന്നീട് ബാംഗ്ലൂർ പോയത്. ബാംഗ്ലൂർ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വില്ലേജ് എക്സ്പീരിയൻസ് ഒക്കെ നല്ല അനുഭവമായിരുന്നു അല്ലേ? ഫസ്റ്റ് ഫീൽഡിൽ അത് ഒത്തിരി അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അച്ഛൻ അങ്ങനെയാണ് നമുക്ക് ഈ എപ്പിസോഡിൽ അച്ഛൻ്റെ ഒരു മനോഹരമായ ഒരു ഗാനം കേട്ട് നമുക്ക് ആരംഭിക്കാം. ഈ എപ്പിസോഡിൽ ആദ്യത്തെ പാട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടായിരിക്കും. എല്ലാ പാട്ടുകളും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ജീവിതഗന്ധിയാണ്. ഈ പാട്ട് എഴുതുമ്പോൾ തന്നെ ഇതിൻ്റെ മ്യൂസിക് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അതൊരു സെമി ക്ലാസിക്കൽ ഇതാണ്. നമ്മൾ ഷിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ബെൽത്തങ്ങാടി രൂപതയിലുള്ള ഒരു പയ്യനാണ് നമുക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഗാനത്തോടെ നമുക്കത് ആരംഭിക്കാം.
കഴുമരമേന്തിയോനെ ക്രൂശിൽ മരിച്ചോനെ തുടിക്കുന്നു മമ ഹൃദയം. കഴുമരമേന്തിയോനെ ക്രൂശിൽ മരിച്ചോനെ തുടിക്കുന്നു മമ ഹൃദയം. ഉയർത്തപ്പെടാൻ ക്രൂശിൽ ഉയർത്തപ്പെടാൻ, ഉയർത്തപ്പെടാൻ ക്രൂശിൽ ഉയർത്തപ്പെടാൻ. കഴുമരമേന്തിയോനെ ക്രൂശിൽ മരിച്ചോനെ തുടിക്കുന്നു മമ ഹൃദയം. നിണമണിഞ്ഞ പാതയോരം താണ്ടി ഞാൻ വന്നിടും. ചേർക്കണേ പൊന്നുനാഥ ഹൃത്തിലെന്നെയും. നിണമണിഞ്ഞ പാതയോരം താണ്ടി ഞാൻ വന്നിടും. ചേർക്കണേ പൊന്നുനാഥ ഹൃത്തിലെന്നെയും. നൊമ്പരങ്ങൾ തിങ്ങുമെൻ്റെ കൊച്ചുരുത്തടം, നൊമ്പരങ്ങൾ തിങ്ങുമെൻ്റെ കൊച്ചുരുത്തടം. ശൂന്യമായി തീരാതെ നീ വസിക്കണേ, ശൂന്യമായി തീരാതെ നീ വസിക്കണേ. കഴുമരമേന്തിയോനെ ക്രൂശിൽ മരിച്ചോനെ തുടിക്കുന്നു മമ ഹൃദയം. തൊട്ടു സൗഖ്യമാക്കി നീങ്ങും നിന്റെ വീതിയിൽ കാത്തു നിൽക്കാം പൊന്നുനാഥ തൊട്ടിടണമേ. തൊട്ടു സൗഖ്യമാക്കി നീങ്ങും നിന്റെ വീതിയിൽ കാത്തു നിൽക്കാം പൊന്നുനാഥ തൊട്ടിടണമേ. വേദനയാൽ നീറുമെൻ്റെ ആത്മാവിനുള്ളം, വേദനയാൽ നീറുമെൻ്റെ ആത്മാവിനുള്ളം. താന്തമായി തഴുകി നാഥ സൗഖ്യമേകണേ, താന്തമായി തഴുകി നാഥ സൗഖ്യമേകണേ. കഴുമരമേന്തിയോനെ ക്രൂശിൽ മരിച്ചോനെ തുടിക്കുന്നു മമ ഹൃദയം. കഴുമരമേന്തിയോനെ ക്രൂശിൽ മരിച്ചോനെ തുടിക്കുന്നു മമ ഹൃദയം. ഉയർത്തപ്പെടാൻ ക്രൂശിൽ ഉയർത്തപ്പെടാൻ, ഉയർത്തപ്പെടാൻ ക്രൂശിൽ ഉയർത്തപ്പെടാൻ. കഴുമരമേന്തിയോനെ ക്രൂശിൽ മരിച്ചോനെ തുടിക്കുന്നു മമ ഹൃദയം. അനുനിച്ച എന്താ പറയുക, ഈ ഹൃദയം തൊടുന്നൊരു ഗാനം. ശരിക്കും പറയുകയാണെങ്കിൽ ഒത്തിരി സന്തോഷിച്ചും പുഞ്ചിരിച്ചും ഒക്കെ നടക്കുന്ന മനുഷ്യരുടെ ഉള്ളിലൊരു ഹൃദയം, നുറുങ്ങുന്നൊരു ഹൃദയം ഉണ്ടാകും. അതിനെ സ്പർശിക്കുന്നൊരു ഗാനം. വളരെ വളരെ മനോഹരമായിരിക്കുന്ന അച്ഛൻ. അച്ഛൻ ഈ പാട്ട് അച്ഛൻ്റെ വരികളാണ്, അച്ഛൻ നൽകിയ സംഗീതമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ഈ ഗാനം അച്ഛനെ ആലപിക്കാൻ വളരെ സുന്ദരമായിട്ടുള്ള ഫീലിങ്ങിലാണ് പാടിയത്. ഇതൊരു രാഗത്തിൽ ക്ലാസിക്കൽ അല്ലേ, സെമി ക്ലാസിക്കലാണ് അല്ലേ? അച്ഛൻ ഇത് ക്ലാസ് പഠിച്ചിട്ടുണ്ടോ, സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, സംഗീതം പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ ഈ വരികൾ എഴുതിയപ്പോൾ തന്നെ അത് ഈ ടോണ്
മനസ്സിലേക്ക് കയറി വന്നു. എവിടെയോ എന്നോ കേട്ട ക്ലാസിക്കൽ രാഗമല്ലേ എനിക്ക് അല്ലേ ഒരു വളരെ അപ്പൊ ഇതെങ്ങനെ റീസെന്റ് ഒരു അച്ഛൻ ഇതിന്റെ രാഗം പറഞ്ഞു തന്നിരുന്നു, പക്ഷെ അത് ഞാൻ വിട്ടുപോയി. പക്ഷേ ഈ രാഗം ഇന്നതറിയാതെ അച്ഛൻ്റെ ഉള്ളിലേക്ക് വന്ന ട്യൂണാ അല്ലേ? കാരണം പാട്ട് കേട്ട് കിട്ടിയ ഒരു ട്യൂൺ എവിടെയോ കിടന്നു. അപ്പം ഇങ്ങനെ ഒരു വരികൾ എഴുതിയപ്പോൾ അതിലേക്ക് അത് വിശേഷമായിട്ടുണ്ട് കേട്ടോ. വളരെ വളരെ മനോഹരം. എൻ്റെ ഓർക്കസ്ട്രേഷൻ വിൽസൺ ഗോൺസാലസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ ഇൻസ്ട്രുമെൻസും വന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഇന്ത്യൻ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഭംഗിയായിരിക്കും. എന്താ വെച്ചാൽ അതെനിക്ക് തോന്നുന്നത് നല്ല ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അച്ഛൻ പഠിക്കാതെ തന്നെ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഉള്ളിലുണ്ട് ആ ഒരു ജ്ഞാനവും സംഗീതവും. അത് കൂടുതൽ ഗാനങ്ങളായിട്ട് വരട്ടെ. അച്ഛൻ ഈ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്പർശനം തമ്പുരാൻ്റെ ഇത് അച്ഛൻ്റെ ജീവിതമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് തന്നെയാണോ? എങ്ങനെയാണ് ഈ പാട്ടിൻ്റെ പിറകിലുള്ള കാര്യങ്ങളൊക്കെ? ജീവിതമായിട്ട് ബന്ധിപ്പിച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കയറ്റിറക്കങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. അത് അല്ലേ? അതെ. സഫറിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ലെങ്കിൽ സ്വർഗീയ ജീവിത ആസ്വാദനം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റില്ല എന്നാണ് സുവിശേഷം നമുക്ക് പറഞ്ഞു തരിക. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്ന വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകേണ്ടതാണ്. അതിനെ എന്നും സ്മരിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമസന്ധികളിലൂടെയും ഒരുപാട് സഹനങ്ങളിലൂടെയും ഇപ്പോഴും രോഗത്തിൻ്റെതായിട്ടുള്ള വേദനകളായിട്ടുള്ള ഒക്കെ സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോഴെല്ലാം നമുക്ക് ആശ്വാസമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് നിന്നത് തമ്പുരാൻ മാത്രമാണ്. അപ്പോൾ ആ തമ്പുരാൻ നമ്മളെ ചേർത്ത് നിർത്തും, സൗഖ്യപ്പെടുത്തും. വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടവരും നോക്കി നിന്നവരും കണ്ണിൽ സ്പർശനമേറ്റവരും ഒക്കെ രക്ഷപ്പെട്ട ആ ഒരു സംഭവം നമ്മുടെ സുവിശേഷത്തിലൂടെ തിരിച്ചറിയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് ഹൃദയത്തെ തൊട്ട വരികളായി മാറാൻ വേണ്ടി 3-ാം വയസ്സിൽ എന്നെ പട്ടി കടിച്ചാണ് ഈ മുഖത്ത് ഉള്ള പാടുകൾ. അപ്പം ഈ മുഖത്തുള്ള പാടുകളെല്ലാം 3-ാം വയസ്സിൽ പട്ടി കടിച്ചതാണ്. അതുപോലെ തന്നെ ജനിച്ച 7-ാം മാസം തന്നെ മരിച്ചു പോയേക്കാവുന്ന ഒരു രോഗം പിടികൂടുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. 7-ാം ക്ലാസ്സിൽ വെച്ച് വാഹന അപകടം. അങ്ങനെ ഒരുപാട് മരണത്തിൻ്റെതായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് തമ്പുരാൻ രക്ഷിച്ചു. ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ സാമ്പത്തികവും ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഒക്കെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ കരം പിടിച്ചുയർത്തിയ ആ തമ്പുരാന് വേണ്ടി എഴുതാൻ പറ്റിയതിൽ ഞാനിപ്പം അഭിമാനിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളിലൊക്കെ ഒരിക്കൽ കൂടി ദൈവാനുഗ്രഹങ്ങൾ ഏറെ ഉണ്ടായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് നമുക്ക് വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കേണ്ടത് നമ്മുടെ പാരൻസ് തന്നെയാണ്. അച്ഛൻ്റെ പാട്ടിൻ്റെ പിന്നിൽ അമ്മ, ദേവാലയ സംഗീതം അല്ലേ, പിന്നിൽ അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ ഒക്കെ അതെനിക്ക് തോന്നുന്നു പാരമ്പര്യമായിട്ട് അത് ഗിഫ്റ്റായിട്ട് അച്ഛന് കിട്ടിയിരിക്കുന്നതാണ്. അവരെയൊക്കെ നമുക്ക് സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കാനും കൂടി പറ്റട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ മാതാപിതാക്കൾ വളരെ പ്രധാനപ്പെട്ടവരാണ്. നമുക്കവരെ വിസ്മരിച്ചുകൊണ്ട് മുമ്പോട്ടുള്ള ഒരു യാത്ര അത് എളുപ്പമല്ല. നമ്മുടെ ലൈഫിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴും ഒരു അഭിഷേകത്തിൽ നിൽക്കുന്നത് അവരുടെ പ്രാർത്ഥനയാണ്. ഒരു ഗ്യാരണ്ടി ഉള്ള പ്രാർത്ഥന അവരുടെ, അതായത് അവരുടെ പ്രാർത്ഥനയാണ് ഏറ്റവും ഗ്യാരണ്ടി ആയിട്ട് നമുക്കുള്ളത്. ഏത് ജീവിത പ്രതിസന്ധികളിലും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് 100% പറയാൻ പറ്റുന്ന പ്രാർത്ഥനയുടെ സഹായം അപ്പൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയുമാണ്. അവരെപ്പോഴും കൂടെ ഉണ്ടാവും. അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. അച്ഛനോടുള്ള അച്ഛൻ്റെ പാരൻസിൻ്റെ കരുതലും അച്ഛൻ അവരോടുള്ള സ്നേഹമൊക്കെ. പ്രിയപ്പെട്ട ആൻ്റണി അച്ഛൻ്റെ അപ്പച്ചനെയും അതുപോലെ അമ്മച്ചിയെയും അതുപോലെ പ്രിയപ്പെട്ട അനിയനെയും പെങ്ങളോടുള്ള സ്നേഹവും ഒക്കെ ഈ സമയത്ത് ശാലം ടിയുടെ പേരിൽ ഹൃദയപൂർവ്വം നേരുകയാണ്. അങ്ങനെയാണ് അച്ഛൻ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് നമുക്ക് പോയാലോ? ഏത് പാട്ടാണ് അച്ഛൻ പാടാൻ ആഗ്രഹിക്കുന്നത്? അടുത്ത പാട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിനൊരു സ്തുതി എന്നുള്ള രീതിയിൽ ഈ പ്രോഗ്രാമിലേക്ക് വരാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി എപ്പോഴും ഉണ്ട്. പക്ഷെ അതൊരു പാട്ടായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യത ആലോചിച്ചപ്പോൾ മനസ്സിലേക്ക് വന്ന പാട്ടാണ് വാഴ്ത്തുന്നു ഞാൻ എന്ന് പറയുന്ന പാട്ട്. നമ്മളെപ്പോഴും ദൈവത്തിന് സ്തുതി അർപ്പിക്കേണ്ടവരാണെന്നുള്ള ഒരു ബോധ്യം എല്ലാവരിലും ജനിക്കാൻ വേണ്ടി ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമുക്കെന്നാ ഗാനം കേൾക്കാം. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും
ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. അച്ഛാ പാട്ട്
വളരെ വളരെ മനോഹരമായിരിക്കുന്നു. അച്ഛൻ പാടുമ്പോഴൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ്, അച്ഛൻ്റെ പാട്ട് അച്ഛനെ പോലെ തന്നെ സുന്ദരമാണ്. അച്ഛൻ്റെ ദൈവം അനുഗ്രഹിച്ച് വളരെ സുന്ദരമായൊരു ശബ്ദം. അച്ഛൻ പാടിയ പാട്ടുകൾക്കൊക്കെ ഉണ്ട് ആ ഒരു ഫീലുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി സന്തോഷം അച്ഛാ ആ പാട്ടൊക്കെ കേൾക്കാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് പ്രിയമുള്ളവരെ, ബഹുമാനോട് ആൻ്റണിച്ചൻ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ എപ്പിസോഡിലില്ല, അതിൻ്റെ പിന്നിലൊരു കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട്, വിശേഷങ്ങളൊക്കെ പറയാണ്ട് വരുന്ന എപ്പിസോഡിൽ നമുക്ക് അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങളും പാട്ടുകളും നമുക്ക് കേൾക്കണം. ഞങ്ങൾ അതിനുവേണ്ടി കാത്തോർത്തിരിക്കുകയാണ്. ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും കൂടെ. ഉറപ്പായിട്ടും അച്ഛൻ്റെ ഈ എപ്പിസോഡിലെ പാട്ടും ഞങ്ങളുടെ രൂപതയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഭദ്രാവതി രൂപതയ്ക്ക്, പ്രത്യേകിച്ച് വൈദികർക്കും എല്ലാ അച്ഛന്മാരോടും എല്ലാ ശുശ്രൂഷകർക്കും. ഇപ്പൊ എത്ര അച്ഛന്മാരാണ് നമുക്ക് അവിടെ? നമുക്കിപ്പോൾ 18 പേര്. റീസെന്റ് ഓർഡൈൻഡ് ആയിട്ടുള്ള ആളെയും കൂടെ കൂട്ടി 18 പേര്. എല്ലാവരോടും പിതാവിനോടൊക്കെയുള്ള സ്നേഹമൊക്കെ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇത് പ്രഷ്യസ് ബ്ലഡ് സഭാംഗം അവരുടെ ഒരു പാട്ടാണ്, പാടാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചു. തിരുരക്തസഭ DCPB അവരുടെ സിസ്റ്റർ സിൽജി കോന്നൂരാൻ. ആ സിസ്റ്റർ ഒത്തിരി പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളതാണ്. സിസ്റ്റർ എഴുതിയ പാട്ടാണ്. റിൻഡോ എന്ന് സഹോദരനാണ് സംഗീതം നൽകിയത്. തിരുരക്തസഭയെ പറ്റിയുള്ളൊരു പാട്ടാണ്. ആ ഒരു ഗാന ഈ സമയത്ത് ആലപിക്കാം. പ്രേഷിതഗണമായി തിരുസഭ നിറയാനായി നറുമലരായെന്നും പരിമളമേകാനായി തിരുമുറിവുകളെല്ലാം അനുഗ്രഹവരദാനം തിരുരക്തസഭയിൽ വചനാമൃതമേളം. സഭയുടെ ഉത്ഭവത്താലെ ഈ കൊച്ചു ജീവിതം കാണിക്കയായി. തിരുരക്തസഭയുടെ ഉത്ഭവത്താലെ ഈ കൊച്ചു ജീവിതം കാണിക്കയായി. കാവലാകേണമേ കാരുണ്യമേകണി തിരുരക്തശക്തിയാൽ നയിക്കേണമേ. കാവലാകേണമേ കാരുണ്യമേകണേ തിരുരക്തശക്തിയാൽ നയിക്കേണമേ. ഒരു ഗണമാ
സഭയെ അചഞ്ചല സ്നേഹത്താലെന്നുമെന്നും തിരുരക്തദർശന അത്ഭുതത്താലെ ആകരലാളനം ആലംബമാ തിരുരക്തദർശന അത്ഭുതത്താലെ ആകരലാളനം ആലംബമാ സ്നേഹമേക കാവലകേണമേ ആരുമില്ലാത്തോർക്ക് ജീവനായി സ്നേഹമേകാനായി കാവലാകേണമേ ആരുമില്ലാത്തോർക്ക് ജീവനായി മാറോടു ചേർക്കണേ നിൻ സ്നേഹത്താൽ തിരുരക്തശക്തിയാൽ കാത്തിടണേ അച്ഛാ അതിമനോഹരമായിട്ട് പാടി. ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഉണർത്തുക എന്ന് പറയുന്ന കോറസ്, അതിൻ്റെ ആ വാക്യങ്ങൾ അന്വർത്ഥമായതുപോലെ അച്ഛൻ്റെ ശബ്ദ മാധുര്യത്താൽ ഹൃദയങ്ങളെ തമ്പുരാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള, അതുപോലെ തന്നെ ഈ ഡെഡിക്കേഷൻ ഞാൻ ചോദിച്ചത്, ഈ പാട്ടിൻ്റെ അർത്ഥം വരി ഞാൻ കേട്ടിട്ടില്ലായിരുന്നു, പക്ഷെ അത് പ്രേക്ഷിത സമൂഹത്തിന് പറ്റിയ ഒരു അടിപൊളി ലിറിക്സ്. ഈ സമയത്ത് ഒരിക്കൽ കൂടി സിൽജിസ്റ്റ് നന്ദിയോട് ഓർക്കുകയാണ്. നമുക്ക് അനീഷിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുവജനങ്ങൾക്കായിട്ട് അച്ഛനൊരു ഗാനം, അതിൻ്റെ പിന്നിലൊരു ഒരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. വരുന്ന എപ്പിസോഡിൽ നമുക്കത് അച്ഛൻ്റെ വിശേഷങ്ങളും കൂടുതൽ ഗാനങ്ങളും നമുക്ക് കാണാം, കേൾക്കാം, കാതോർത്തിരിക്കാം. ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ശാലം ടിവിയുടെ ഹെവൻലി മെലഡീസിൻ്റെ പേരിൽ ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി.